ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വിശ്വനാഥനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സീരിയൽ നടൻ ശ്രീകാന്ത് വരാറുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി വിശ്വനാഥനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ആ കടയിലുള്ള ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടില് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ സദ്യയും അതുപോലെ തന്നെ ഡെക്കറേഷന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു മാനേജറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മുമ്പ് നടന്ന മറ്റാരുടെയോ വിവാഹത്തിന്റെ അതേ ടൈപ്പ് തന്നെ മതിയെന്നും അതിൽ വിളമ്പിയിരിക്കുന്ന സദ്യയുടെ ഐറ്റംസ് ഒക്കെ വേണമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത്. അത് മാത്രമല്ല 1 ലക്ക് അവർക്ക് അഡ്വാൻസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മാനേജർ അവിടെ നിന്ന് പോവാണ്. തുടർന്ന് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരുന്നത് ഹേമയാണ് കേട്ടോ. വന്ന ആൾക്കാരൊക്കെ പുറത്തു നിർത്തിയിട്ട് ഹേമ മാത്രമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നത്. ശ്രീകാന്തിന്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ട്. അയാളാണ് ഹേമയുമായിട്ട് ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെല്ലുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ കണ്ട ഉടനെ തന്നെ ഹേമയുടെ അടുത്ത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. സാറിന് എന്നെ അറിയാൻ സാധ്യതയില്ല, പക്ഷെ സാറിന് അറിയാത്തവര് ദുർലഭമായിരിക്കും. സാറിന് അഭിനയിച്ചിരിക്കുന്ന സീരിയലും സിനിമയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിലുള്ള എല്ലാവരും സാറിന്റെ ഫാൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ശരി ശരി, നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹേമയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇരുന്നതിന് ശേഷം ഹേമ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് മണ്ഡപങ്ങളിൽ പൂ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. സാറിന്റെ വീട്ടില് കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിഞ്ഞു. അതെ, എന്റെ അനിയത്തിയുടെ വിവാഹം എന്ന് പറയുകയാണെ. ഇപ്പോഴത്തെ കാലത്തും അനിയത്തിയുടെ വിവാഹമൊക്കെ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നുണ്ടല്ലോ, നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഹേമയുടെ ഫ്ലവർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടില് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് മണ്ഡപങ്ങളിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ആളാണ്. സാറ് പറയുന്ന ബഡ്ജറ്റിൽ എനിക്ക് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തു തരാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ഹേമ പറയുന്നത് കേട്ട ഉടനെ തന്നെ ഞാനും നല്ലൊരാളെ നോക്കി നിൽക്കുകയായിരുന്നു. സാർ ഫംഗ്ഷൻ എവിടെ നടത്താൻ വേണ്ടി പോകുന്നത് അവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ തനിക്ക് അറിയാമെന്നും അവിടെ ഒരുപാട് ഡെക്കറേഷൻസ് താൻ ചെയ്തിട്ടുണ്ട് എന്നും അവിടെ എന്തെല്ലാം രീതിയിലെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്തു തരാം എന്നൊക്കെ ഹേമ പറയുന്നുണ്ട്. ഇതിലൊക്കെ പണം ചെലവാക്കുന്നു എന്നല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്റെ സിസ്റ്ററാണ്. ഞാൻ എന്തായാലും അവളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് പറയാന്ന്. അത് മാത്രമല്ല ഹേമയുടെ കയ്യിൽ നിന്നും അവരുടെ ഡീറ്റെയിൽസും മേടിക്കുന്നുണ്ട് കേട്ടോ, കോണ്ടാക്ട് ചെയ്യാനുള്ള. അങ്ങനെ എന്തായാലും ഓർഡർ കിട്ടും എന്നുള്ള സന്തോഷത്തിലാണ് ഹേമ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഹേമയുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മാഡം ഓർഡർ കിട്ടിയോ എന്ന്. എല്ലാം ഓർഡർ കിട്ടിയതുപോലെ തന്നെയാണെടാ എന്ന് പറയാണ്. അങ്ങനെ ഹേമ കയറിയിട്ട് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവൾ എന്തിനായിരിക്കും വന്നതെന്നുള്ള കാര്യം അറിയണല്ലോ, അതുകൊണ്ട് വണ്ടി എടുക്കാതെ അവിടെ തന്നെ നിർത്തിയിടാൻ വേണ്ടി പറയുന്നുണ്ട്. കയറിയതിന് ശേഷം കാറിൽ കയറിയ ഹേമയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൂടെയുള്ള അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവൾ എന്തിനായിരിക്കും ഇവിടെ വന്നതെന്ന്. ഒരുപക്ഷെ നമ്മളെ പോലെ തന്നെ ഓർഡർ പിടിക്കാൻ വേണ്ടി വന്നതായിരിക്കോ എന്നുള്ളൊരു സംശയം കൂടെയുള്ള ആൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് രേവതി ഉള്ളിലേക്ക് കയറിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ചെന്ന ഉടനെ തന്നെ തന്റെ പേര് രേവതി എന്നാണെന്നും ഈ ഏരിയയിലൊക്കെ ഞാൻ പൂ കൊടുക്കുന്നുണ്ട്. ഓ, പൂ വ്യാപാരമാണോ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സർ, വണ്ടിയിൽ തന്നെ ഒരു ബോക്സ് വെച്ചിട്ട് എല്ലാവരുടെ വീട്ടിലേക്ക് പൂ എത്തിച്ചു കൊടുക്കുക, അതാണ് എന്റെ ജോലി. ഈ ഏരിയയിലൊക്കെ താനാണ് പൂ കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ പൂ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അതെ, ഇവിടെ ആവശ്യമുണ്ട്. ഇതുവരെ ആരും പൂ വേണോ എന്നുള്ള കാര്യം വന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഡെയിലി നിങ്ങൾ പൂ കൊണ്ട് തന്നോളൂ എന്ന് പറയണേ. എത്ര മുളം പൂ വേണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തന്റെ വൈഫ് ഇപ്പൊ ഇവിടെ വീട്ടിലില്ല, എങ്ങനെയാണെങ്കിലും ഒരു 200 രൂപയ്ക്ക് പൂ കൊണ്ടുവന്നോളൂ, അത് ഓക്കെ ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഓരോ ദിവസം വിശേഷപ്പെട്ടതാണല്ലോ, ഓരോ തരത്തിലുള്ള പൂ കൊണ്ടുതരാം എന്നൊക്കെ പറയാണ്. രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. സർ, അമ്പലത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ എനിക്കറിയാം. സാറിന് വേറെ എന്തെങ്കിലും വിശേഷത്തിന് പൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത്രയും നേരം രേവതിക്ക് അറിയില്ല അവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടോ. രേവതി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഹേമയാണെങ്കിൽ രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഹേയ് നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അരികിലേക്ക് ചെല്ലുന്നത്. രേവതി അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ കല്യാണം നടക്കുവാണെന്നുണ്ടെങ്കിലും പുറകെ നടന്നിട്ട് ഓർഡർ പിടിക്കാൻ വേണ്ടി നടക്കുവാണെന്ന് നീ ചോദിക്കുമ്പോൾ കല്യാണം എന്ന് രേവതി ചോദിക്കുവാണേ. കാരണം രേവതിക്ക് അറിയില്ല കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിനക്കൊന്നും മനസ്സിലാവില്ല, ഈ ആക്ടറുടെ അനിയത്തിയുടെ കല്യാണം നടക്കാൻ വേണ്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഓർഡർ പിടിക്കാൻ വേണ്ടി വന്നതല്ലേ നീ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ ഓർഡർ ഞാൻ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. ഇനി പുറകെ നടന്നിട്ട് അത് തട്ടിപ്പറപ്പിക്കുന്ന പരിപാടി ഒന്നും നീ ഒപ്പിക്കാൻ വേണ്ടി നിൽക്കണം. ഈ ഓർഡർ എന്റെ കൈവിട്ട് പോയാൽ പിന്നെ നിന്നെ ചുമ്മാ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുവാണ് കേട്ടോ ഹേമ ചെയ്യുന്നത്. എന്നാൽ ഇത് കേട്ട രേവതി ആണെങ്കിൽ കുറച്ചു നേരം ഒന്ന് അവിടെ ആലോചിച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ നേരെ വീണ്ടും അകത്തേക്ക് കയറി പോവാണേ. രേവതിയുടെ ആ പോക്ക് കാണുന്ന സമയത്ത് ഹേമയുടെ കൂടെയുള്ളവൻ ചോദിക്കുന്നുണ്ട്, അല്ല മാഡം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് മിണ്ടാതെ എങ്ങോട്ടാ ഉള്ളിലേക്ക് കയറി പോകുന്നത്.
അവള് പെണ്ണല്ലേ, അവളങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നുള്ള കാര്യം കൂടെയുള്ളവൻ ചോദിക്കുമ്പോൾ ഞാനും പെണ്ണല്ലേ, നീ എന്നെ തീർത്ത് കളയോടാ എന്നുള്ള കാര്യം ഹേമ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവള് സാധാരണ ആളല്ല എന്നും അവളെ വേറെ രീതിയിൽ ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും രേവതി ഉള്ളിൽ പോയിട്ട് പുറത്തേക്ക് വരുവാണേ. തിരിച്ചു വന്ന് രേവതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ഹേമ മാഡം, ഞാന് ഇവിടെ പൂ വേണോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡെയിലി ഇവിടെ എല്ലായിടത്തും ഞാൻ പൂ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേണോ എന്ന് ചോദിക്കാനാ പോയത്. ഇവിടെ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്കൊരു ഉപകാരമായി. ഞാനും ഉള്ളിൽ ചെന്നിട്ട് കല്യാണത്തിന്റെ ഓർഡറിനെ കുറിച്ച് സംസാരിച്ചു. അവര് ആലോചിച്ചിട്ട് മറുപടി പറയാ എന്നുള്ള കാര്യം പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതൊരു ഉപകാരമാകും. നിങ്ങൾക്കും ഞാൻ കമ്മീഷൻ തരികയും ചെയ്യാം. അത് കേൾക്കുമ്പോഴേക്ക് ഹേമയ്ക്ക് ദേഷ്യം വന്നിട്ട് ഡി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രേവതി ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് എനിക്ക് വേറെ ജോലിയുണ്ട്, വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി എടുത്ത് അങ്ങ് പോവാണ്. രേവതി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം വെറുതെ ആവശ്യമില്ലാതെ പോയിട്ട് ഉടക്കാൻ നിന്നിട്ടാണ് കയ്യിലുള്ളതും കൂടി പോകാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നമ്മുടെ ഹേമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കാർ ഷെഡിലാണ്. സച്ചി ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ്. മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ട്രിപ്പ് ഒന്നും വന്നില്ലേ എന്ന്. ഇല്ലടാ, ട്രിപ്പ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുമ്പോ, നീ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് വന്ന ട്രിപ്പ് ഞാൻ നിനക്ക് തരില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണേ. എനിക്ക് തന്നിട്ട് പിന്നെ നീ ചുമ്മാതിരിക്കുവോ എന്നുള്ള കാര്യം തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ സാധാരണയായിട്ട് വിളിക്കുന്ന ആൾക്കാർ പോലും ട്രിപ്പ് വിളിക്കുന്നില്ല, ഭയങ്കര കമ്മിയാണ് ട്രിപ്പ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മഹേഷ് പറയുമ്പോൾ, അത് നീ പറഞ്ഞത് ശരി തന്നെയാണെടാ. പുറത്തേക്കൊക്കെ ഒരു ട്രിപ്പ് കിട്ടിയാൽ മാത്രമേ കയ്യിൽ കാശ് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഒരുപാട് ട്രാവൽസ് ഒക്കെ ഓടുന്നുണ്ടല്ലോ സച്ചി, അതുകൊണ്ടാണ് നമുക്ക് ട്രിപ്പ് കുറയുന്നത്. അതുകൊണ്ട് സച്ചി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്ത് ഐഡിയ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, നമ്മൾ കാർ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു സൈഡ് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതെന്തായാലും നല്ല കാര്യമാണ്. നിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ പറയുന്നത് സച്ചിയും പറയുന്നുണ്ട്. നമുക്ക് ആകെ അറിയുന്നത് സച്ചി ഡ്രൈവിംഗ് അല്ലേ, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നമ്മൾ രണ്ടുപേരും കൂടി ആരംഭിച്ചാലോ? സച്ചി ഇത് കേട്ട ഉടനെ തന്നെ നല്ല സൂപ്പർ ഐഡിയ ആണെടാ. നമുക്ക് അറിയുന്ന കാര്യം 4 പേർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ആയി, അതിൽ നിന്ന് നമുക്കൊരു വരുമാനവും. ഇതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ്. തുടർന്ന് മഹേഷ് പറയുന്നത് രാവിലെയും അതുപോലെ വൈകുന്നേരമാണ് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരിക. രാവിലെ 2 മണിക്കൂറും അതുപോലെ തന്നെ വൈകിട്ട് 2 മണിക്കൂറും. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ട്രിപ്പിന് പോവുകയും ചെയ്യാം. പക്ഷെ മഹേഷ്, ഈ കാറ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കുന്ന കാറല്ലല്ലോ, സ്പെഷ്യൽ കാറ് വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്ന ഒരാൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്, അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അതിനോടൊപ്പം കാറും കൊടുക്കുന്നുണ്ടാകും, അത് നമുക്ക് മേടിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തുടങ്ങാമെന്ന് സച്ചിയും. പക്ഷെ ആൾക്കാരെ ഇരുത്തി സംസാരിക്കാനൊക്കെ ഒരു ഓഫീസ് സെറ്റപ്പ് വേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസ് സെറ്റപ്പ് ഒക്കെ പിന്നീട് ആക്കിയാൽ മതിയല്ലോ, തൽക്കാലത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് വേണം. അത് സച്ചിയുടെ അഡ്രസ്സ് കൊടുത്താലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മഹേഷ് ചോദിക്കുകയാണ് കേട്ടോ. കാരണം സച്ചിയുടെ വീടിന്റെ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. വീട്ട് അഡ്രസ്സ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സച്ചിയുടെ മുഖം ഒന്ന് വാടും. എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഓരോരോ പടിയായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടേ ഇരിക്കണം. കാര്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ സച്ചി, നിന്റെ വീടിന്റെ അഡ്രസ്സ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാല്ലേ. എന്റെ വീടിന്റെ അഡ്രസ്സ് വെക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അച്ഛനും ഓക്കെ തന്നെ പറയും. പക്ഷെ വീട്ടിലുള്ള ഡാൻസ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കിടന്ന് തുള്ളുമല്ലോ. ഡാൻസ് മാസ്റ്ററോ, അതാരാടാ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എന്റെ അമ്മ തന്നെ. കാരണം വീട് അവരുടേതാണ്, അതൊരു ദിവസം 4 തവണ പറയാതെ അവർ കിടന്ന് ഉറങ്ങില്ല. അവരുടെ അടുത്ത് പെർമിഷൻ മേടിക്കാതെ ഒരിക്കലും തുടങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ എങ്ങാനും അവരുടെ അടുത്ത് പറയാതെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കാർ ഓടിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഇടാകൂടം പറഞ്ഞിട്ട് അവരെ ഓടിപ്പിക്കും. നീയാണെങ്കിൽ അന്ന് കടയിൽ വെച്ചിട്ട് അവന്റെ അടുത്ത് കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിച്ചല്ലോ. ഞാനും നീയും കൂടി ചേർന്നിട്ടാണ് ഈ ഇത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ സച്ചി നോക്കുമ്പോ, അത് എനിക്കറിയാടാ, പക്ഷെ അവരതങ്ങനെ കാണില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേണ്ടടാ, നമുക്ക് ഈ ഐഡിയ ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കുക എന്ന് മഹേഷ് പറയുന്നുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് ടൈം തന്നാൽ മതി. ഞാൻ അവസരം വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞ് പെർമിഷൻ എടുത്തോളാം. എന്റെ വീടിന്റെ ഏരിയ ആകുമ്പോൾ എല്ലാം സെറ്റ് ആകും. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം സംസാരിക്കുന്ന സമയത്താണല്ലോ രേവതിയുടെ വരവ് എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ട്. ഉടനെ തന്നെ രേവതിക്ക് അരികിലേക്ക് സച്ചി ചെല്ലുവാണേ. എന്താ പൂ ഡെക്കറേഷൻ മാഡം ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇവിടെ അടുത്ത് പൂ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ നിന്നെ വിളിച്ചൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മഹേഷ് ഒരു ഐഡിയ പറഞ്ഞു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. എന്തായാലും നല്ല കാര്യം തന്നെയാണ് സച്ചേട്ടാ. ഇപ്പൊ ഞാൻ പൂവിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ സച്ചേട്ടൻ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് എത്തുന്നത് പോലെ ആവുമല്ലോ. കേട്ടില്ലേ രേവതി കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? അവൾക്ക് ഈ കാര്യം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അല്ല സച്ചേട്ടാ, എപ്പോഴാണ് ഇത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് വേണമല്ലോ, അതിന് നമ്മളെ അഡ്രസ്സ് കൊടുക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും രേവതിയും പറയുന്നുണ്ട്, അയ്യോ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടാ എന്റെ അഡ്രസ്സ് കൊടുത്താലോ എന്റെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട,
അത് കുറച്ച് ദൂരെയല്ലേ, വരുന്നവർക്കും പോകുന്നവർക്കും വരാനും ബുദ്ധിമുട്ടാകും. അത് മാത്രമല്ല ദേവും അമ്മയൊക്കെ അവിടെ ഒറ്റയ്ക്കല്ലേ, വാടക വീടാണ്. വീടിന്റെ ഓണർക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് അത് വേണ്ട, നമ്മുടെ വീടിന്റെ അഡ്രസ്സ് തന്നെ വെക്കാം. പക്ഷേ സമയാവുന്ന സമയത്ത് ഞാൻ തന്നെ അവിടെ അവതരിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ സീരിയൽ നടന്റെ വീട്ടിലേക്ക് പോയിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആ പോയിരുന്നു എന്നോ, അയാളും ഫ്രോഡ് തന്നെയാണോ? കാരണം ഫ്രോഡിനെയൊക്കെ അറിയുന്ന ആളാണല്ലോ. ചേച്ചി അങ്ങനത്തെ ഒരാളല്ല, അയാൾ നല്ല മനുഷ്യനാണെന്നാണ് രേവതി പറയുന്നത്. എന്നെ വീട്ടിനകത്തേക്ക് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. ടീ കോഫി എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം കൂടി ചോദിച്ചു. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ഇരുത്തിട്ട് ചായയും കോഫിയും വേണോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല സച്ചേട്ടാ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ഓ, നിനക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവോ? നീ ആരംഭത്തിൽ എന്നെ കണ്ടപ്പോൾ റൗഡിയാന്നല്ലേ വിചാരിച്ചത്? ഇത് കേട്ട രേവതിയാണെങ്കിൽ ആരംഭത്തിൽ മാത്രമല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ, ഓ നീ എന്താ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ഞാൻ റൗഡിയാണെന്നാണോ? ഇത് കേട്ട രേവതിയാണെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്ററിനെ ആദ്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് അനുവദിക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വായ അടുപ്പിക്കുകയാണ് മഹേഷ്. സച്ചിയേട്ടാ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് പൂവിന്റെ ഓർഡർ ഒക്കെ തന്നു. പൂ ഓർഡർ കിട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, 30 ലക്ഷം തിരികെ കിട്ടണമല്ലോ, അതിനെ കുറിച്ചിട്ട് നീ എന്തെങ്കിലും ചോദിച്ചോ? സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, പുതുതായിട്ട് ഒരു വീട്ടിലേക്ക് ചെന്നതാണ്, അവിടെ ചെന്നിട്ട് ആ മനുഷ്യനെ കുറിച്ചിട്ട് അന്വേഷിച്ച് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനെ രേവതിയെ നീ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതെല്ലാം മഹേഷ് ഞാൻ കൊടുത്ത ധൈര്യമാണ്. അല്ല രേവതിയും ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഞാൻ ജനിച്ചപ്പോൾ മുതലേ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വീട്ടിൽ എനിക്ക് തനിയെ പോയിട്ട് വരാൻ വേണ്ടി പറ്റുമോ? ആയിക്കോട്ടെ, നീ നല്ല ധൈര്യമുള്ള ജാൻസി റാണി തന്നെയാണ്. നീ ഇപ്പോ ആ വിശ്വനാഥിനെ കുറിച്ചിട്ട് അയാളുടെ എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കണേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ അയാളെയും ആ വിശ്വനാഥൻ പറ്റിച്ചിട്ടുണ്ടാകും. എന്തായാലും രേവതി അടുത്ത തവണ നീ പോകുന്ന സമയത്ത് ഞാനും വരാം, നമുക്ക് അദ്ദേഹത്തിനടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് പറയുകയാണേ. എന്തെങ്കിലും വിശ്വനാഥൻ കാരണം നമ്മുടെ രേവതിക്ക് ഒരു ഓർഡർ കിട്ടുവാണ്. ഹേമയെ ചെറുതായിട്ട് ഒന്ന് ഒതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രേവതിക്ക് കിട്ടുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്